ഹായ്, എല്ലാവർക്കും സിനീസ് ഫുഡ് കോർട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കുക്കീസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളിത് ചെയ്യുന്നത് അമൃതം പൊടി വെച്ചിട്ടാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുപോലുള്ള ബിസ്ക്കറ്റൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. സാധാരണ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ബിസ്ക്കറ്റിനേക്കാളും ഒത്തിരി ഹെൽത്തിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് അമൃതം പൊടി. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്ക് അറിയുണ്ടാവും ഇതിനെപ്പറ്റി. അമൃതം പൊടി 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് അംഗൻവാടിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇത് സമ്പൂർണ്ണ പോഷകാഹാരമാണ്, ഇതിലെല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വെച്ചിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഡെയിലി കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ കുറുക്ക് കഴിക്കുന്ന ആ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ രീതിയിലൊക്കെ നമ്മൾ ഓരോന്ന് ട്രൈ ചെയ്തിട്ട് അവർക്ക് കൊടുക്കുക. അപ്പോൾ അതിലൊന്നാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് നിങ്ങളായിട്ട്. പിന്നെ ഞാനിവിടെ ഇതിൽ ഉപയോഗിക്കുന്നത് കരിപ്പട്ടി അല്ലെങ്കിൽ പനഞ്ചക്കര എന്ന് പറയും. അപ്പോൾ സാധാ ശർക്കര അല്ല, ഇത് പനഞ്ചക്കരയാണ്, അതായത് പാം ജാഗരി എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ നല്ലത് ഈ ഒരു ശർക്കര ഉപയോഗിക്കുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കുമ്പോഴും അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ നമ്മൾ വട്ടയപ്പോ അങ്ങനെ എന്തുണ്ടാക്കുമ്പോഴും ഈ ഒരു പനഞ്ചക്കര ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നമുക്കിനി തയ്യാറാക്കാം. ഞാനൊരു ബൗളിലേക്ക് ഒരു 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂണോളം ബട്ടർ ഉണ്ട്. അപ്പോൾ ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് അലിയുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ കാണിച്ച പനഞ്ചക്കര മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണത്. അതൊരു 1/4 കപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം, അല്ലെങ്കിൽ സാദാ ശർക്കര ചേർക്കാം. പഞ്ചസാരയൊക്കെ ആണെങ്കിൽ ഒരു അര കപ്പിന് അടുത്തൊക്കെ ചേർത്തോളൂ. പിന്നെ അമൃതം പൊടിയിൽ ഓൾറെഡി കുറച്ച് മധുരം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മധുരം ചേർക്കുമ്പോൾ നോക്കിയിട്ട് ചേർക്കുക. ഇപ്പോൾ ഞാൻ ശർക്കരയും ബട്ടറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു 1.5 കപ്പോളം നമ്മുടെ അമൃതം പൊടിയാണ്. അപ്പോൾ അമൃതം പൊടി ചേർക്കുമ്പോൾ ഒന്ന് അരിച്ച് ചേർക്കണം. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അധികം വേണ്ട, കാരണം നമ്മൾ ബിസ്ക്കറ്റ് നന്നായിട്ട് പൊങ്ങി വന്നെങ്കിൽ ബേക്കിംഗ് പൗഡർ ഇട്ടില്ലെങ്കിൽ ഒത്തിരി ഹാർഡായി പോകും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തത്. ഇനി അതിനുശേഷം നമുക്ക് ഈ അമൃതം പൊടിയും ബേക്കിംഗ് പൗഡറും കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അരിച്ചിട്ടാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അമൃതം പൊടിയിൽ ചെറുതായിട്ടൊരു കട്ടകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് അരിച്ച് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിൽ നിന്ന് ഇത് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1/4 കപ്പ് നമ്മുടെ ശർക്കര ഉരുക്കിയതും അതുപോലെ 1.5 കപ്പ് അമൃതം പൊടിയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടാണ് കിട്ടുക, വേറെ ഒന്നും ചേർക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കുഴച്ചെടുക്കുമ്പോൾ കറക്റ്റ് ഒരു പരിവമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശർക്കര ഡൗട്ട് ഉണ്ടെങ്കിൽ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. കാര്യം ഇതിൻ്റെ മാവ് ഒത്തിരി അങ്ങ് ലൂസായി പോകരുത്. നമുക്ക് ബിസ്ക്കറ്റൊക്കെ ചെയ്യുമ്പോഴുള്ള മാവ് എന്ന് പറയുന്നത് കുറച്ച് കട്ടിയായിരിക്കണം. അപ്പോൾ ഒത്തിരി അങ്ങ് ലൂസാകാൻ പാടില്ല. കണ്ടില്ലേ, കുറച്ചൊരു കട്ടിയിലുള്ളൊരു പരുവത്തിലാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ നോക്കി ചേർത്താൽ മതി. ഇനി ഞാനൊരു പാത്രത്തിൽ ഒരു ബട്ടർ പേപ്പർ വിരിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ബിസ്ക്കറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം. ഒന്നെങ്കിൽ വെറുതെ നമുക്കിങ്ങനെ തന്നെ വെക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസൈൻ പോലെയൊക്കെ ചെയ്തിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ നടുക്കായിട്ട് നട്ട്സ് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെറിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ഒരെണ്ണത്തിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ അടുത്തതിൽ ഞാൻ ഒരു ട്യൂട്ടി ഫ്രൂട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചെറി വെച്ചിട്ട് കൊടുക്കാം, നട്ട്സൊക്കെ വെച്ചിട്ട് കൊടുക്കാം. അതൊക്കെ ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഇതുപോലെ ഒരു കട്ടിയിൽ ഒന്നിങ്ങനെ അമർത്തി കൊടുക്കുക ബിസ്ക്കറ്റ് നന്നായിട്ട്. കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിൽ ഞാനിവിടെ എല്ലാം ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെക്കുക. പിന്നെ എന്തെങ്കിലും ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇത് ബേക്കായി കഴിയുമ്പോൾ എടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. ഇനി ഞാനിതുപോലൊരു പാത്രത്തിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൽ ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ടൊരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ബിസ്ക്കറ്റ് വെക്കേണ്ടത്. പിന്നെ പാത്രം ഉപ്പിട്ടിട്ട് നമ്മൾ സാധാരണ കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ ഒരു 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ ഇത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ പാത്രം ഇറക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിത് കുക്കറിൽ വേണമെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 20 മിനിറ്റാണ് നമ്മളിത് ബേക്ക് ചെയ്യുന്നത്. ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക, അധികം തീ കൂട്ടി വെക്കണ്ട. എന്നിട്ട് ഒരു 20 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ബിസ്ക്കറ്റൊക്കെ നന്നായിട്ട് വലുതായി വരും. അതുകൊണ്ടാണ് ചെറുതായിട്ട് ഗ്യാപ്പ് ഇട്ട് വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി ഇത്
ഇതിൽ നിന്ന് മാറ്റി പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബിസ്ക്കറ്റൊക്കെ ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തണുത്ത് കഴിയുമ്പോഴാണ് ഇത് ശരിക്കും ബിസ്ക്കറ്റ് പോലെ നല്ല ക്രിസ്പി ആവുക. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ തന്നെ കുറച്ച് സോഫ്റ്റായിട്ട് തോന്നും, പക്ഷേ തണുത്തതിന് ശേഷം ശരിക്കും നമ്മുടെ കുക്കീസ് നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടും. കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ശർക്കര വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് പാലൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ആ ഒരു മാവിൻ്റെ പരുവം കിട്ടാനായിട്ട് ആവശ്യത്തിന് പാല് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന കുക്കീസാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്